എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. 2025 പുണർദം നക്ഷത്രക്കാരുടെ വാർഷിക നക്ഷത്ര ഫലത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഈ ചാനൽ കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ലൈക്കും ചെയ്യുക. 2025 പുണർദം നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിരിക്കും. കൂടുതലും ഗുണമായിരിക്കും, ദോഷം ഉണ്ട് എങ്കിലും വളരെ കുറവായിരിക്കും. ഒരുപാട് നേട്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഒരു കാലമാണ് 2025. കഴിഞ്ഞ കാലത്ത്, അതായത് 2024 കഴിഞ്ഞ ഒരു വർഷം നിങ്ങൾക്കുണ്ടായിരുന്ന ആ ഒരു കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ദുരിതവുമൊക്കെ ഒന്ന് മാറിക്കിട്ടുന്ന ഒരു സമയമാണ് 2025. തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുമെങ്കിലും പിന്നീട് അതെല്ലാം മാറി നല്ല കാലം വന്നു ചേരുന്നതാണ്. അതുപോലെ നിങ്ങൾ നല്ല ആദർശം ഉള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ആദർശത്തിൽ നിങ്ങൾ ഒട്ടും തന്നെ വിട്ടുവീഴ്ചയ്ക്ക് ഇടയുണ്ടാക്കാത്തവരാണ്. ഭാഗ്യവും നിർഭാഗ്യവും ഒക്കെ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അതുപോലെ നേതൃത്വ ഗുണമുള്ളതുകൊണ്ട് പലരും നിങ്ങളുടെ പിന്നാലെ ഉണ്ടാവും. ഒരു കൂട്ടം ആൾക്കാർ തന്നെ നിങ്ങളെ കൊണ്ട് പല കാര്യങ്ങളും സാധിച്ചെടുക്കാനും അവരോടൊപ്പം നിൽക്കാനും ഒക്കെ നിങ്ങളെ ഇങ്ങനെ ആശ്രയിച്ചു കൊണ്ടിരിക്കും. ശത്രുക്കൾ കാരണം ഒരുപാട് ദോഷമൊക്കെ നിങ്ങൾക്കുണ്ടാവും. അപവാദങ്ങളൊക്കെ ഒരുപാട് കേൾക്കേണ്ടി വരും. അതുകൊണ്ട് ശത്രുക്കളാണ് എന്ന് തോന്നുന്നവരെയൊക്കെ ഒന്ന് അകറ്റി നിർത്തുന്നത് 2025 നന്നായിരിക്കും. തൊഴിൽപരമായിട്ട് അനുകൂലമായിട്ടുള്ള സമയമാണ്. ഏത് കാര്യത്തിനിറങ്ങിയാലും അതൊക്കെ നടക്കും. അത് കണക്ക് പുതിയ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് നല്ല തൊഴിലൊക്കെ ലഭിക്കാനുള്ളൊരു സാധ്യത ഈ വർഷത്തിൽ കൂടുതലാണ്. പല ഉന്നതന്മാരുമായിട്ടുള്ള ആൾക്കാരുമായിട്ടൊക്കെ നിങ്ങൾ ബന്ധം സൃഷ്ടിക്കും. അതുമൂലം നിങ്ങൾക്ക് നല്ല ഗുണഫലങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരൊക്കെ ചിലപ്പോൾ നിങ്ങളെ തള്ളിപ്പറയാൻ സാധ്യതയുണ്ട്. പല അവസരങ്ങളിലും നിങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുള്ള ആ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ആ ഒരു മോശം പെരുമാറ്റത്തിൽ നിങ്ങൾക്ക് വളരെയധികം ദുഃഖമൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യത കൂടുതലായിട്ട് വരും. അതുപോലെ തന്നെ അപകടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ നിങ്ങൾ വളരെ അത്ഭുതകരമായിട്ട് തന്നെ രക്ഷപ്പെടുകയും ചെയ്യും. വളരെ പരുക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. പിന്നെ ആർക്കും തന്നെ പണം കടം ആയിട്ട് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കൊടുത്തു കഴിഞ്ഞാൽ അത് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഉദ്യോഗം ഒക്കെ ചെയ്യുന്നവർക്ക്, സർക്കാർ ഉദ്യോഗമൊക്കെ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ളൊരു കാലമാണ്. ഉയർന്ന പദവികളൊക്കെ വഹിക്കാനുള്ളൊരു സാധ്യത തെളിഞ്ഞു വരും. അതുപോലെ പ്രമോഷനോട് കൂടിയൊക്കെ തൊട്ടടുത്ത സ്ഥലങ്ങളിലേക്കൊക്കെ സ്ഥലമാറ്റം ഒക്കെ കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. പലതരത്തിലുള്ളതായ രേഖകൾ, നിങ്ങളുടെ വസ്തുവിൻ്റെ പ്രമാണമോ മറ്റെന്തെങ്കിലുമൊക്കെ വിലപിടിപ്പുള്ള രേഖകളൊക്കെ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അതുപോലെ സ്ത്രീ സുഹൃത്തുക്കളായിട്ടുള്ളവരെ കൊണ്ടൊക്കെ നിങ്ങൾക്ക് നല്ല നേട്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ളൊരു കാലമാണ്. പിന്നെ ദൂരയാത്രകൾ ചെയ്യുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ധനനഷ്ടവും മാനഹാനിയൊക്കെ വരാനുള്ളൊരു സാധ്യത ഉണ്ടാവും. അതുപോലെ പുതിയ പുതിയ ഒരുപാട് ബന്ധങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായി വരും. പിന്നെ പിതാവിൻ്റെ അസുഖത്തിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് പണം ചെലവഴിക്കേണ്ടതായിട്ട് വരും. പിതാവിൻ്റെ അസുഖവുമായിട്ട് ബന്ധപ്പെട്ട് ആശുപത്രിയിലൊക്കെ നിൽക്കേണ്ടതായിട്ടുള്ള സാഹചര്യമൊക്കെ വന്നു ചേരുന്നതാണ്. വാഹനത്തിൽ നിന്നൊക്കെ വരുമാനം ഒരുപാട് കിട്ടുന്നൊരു സമയമാണ്. പിന്നെ എല്ലാ കാര്യത്തിലും ഒരു അലസതയും പിന്നെ ഒരു ഉദാസീനതയൊക്കെ നിങ്ങൾക്കുണ്ടാവും, മടിയൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് മാറ്റി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അതുപോലെ പിതാവുമായിട്ട് വഴക്കിനൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട്. ഭൂമി സംബന്ധമായ പ്രശ്നത്തിലും പിന്നെ സംബന്ധമായിട്ടുള്ള പ്രശ്നത്തിലൊക്കെ ഒരുപാട് വഴക്കിനും ഒക്കെ ഉള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് പിതാവുമായിട്ടൊക്കെ അങ്ങനെ വഴക്കിനും ഒന്നിനും നിൽക്കാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം. ആരോഗ്യകാര്യത്തിലും നല്ലൊരു ശ്രദ്ധ വേണ്ടി വരും. ഭക്ഷണമൊക്കെ സമയത്ത് കഴിക്കുക. അതുപോലെ തന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്ന മെഡിസിനൊക്കെ, എന്തെങ്കിലും അസുഖങ്ങൾക്ക് വേണ്ടി മെഡിസിനൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മുടങ്ങാതെ കഴിക്കാനൊക്കെ ശ്രദ്ധിക്കണം. വർഷത്തിൻ്റെ ഒരു പകുതി മുതലൊക്കെ കാര്യങ്ങൾ കുറേശ്ശെ മാറുകയും വളരെയധികം ഉയർച്ച ഉണ്ടാകുകയും ചെയ്യും. നിങ്ങളെ ആരെങ്കിലും സഹായിക്കാനുണ്ടെങ്കിൽ, നിങ്ങളെ ഒന്ന് പുഷ് ചെയ്ത് തരാൻ ആളുണ്ടെങ്കിൽ
നിങ്ങൾക്ക് വളരെ ഉയരത്തിലെത്താൻ കഴിയുന്ന ഒരു കാലം കൂടിയാണ്. പൊതുവേ നിങ്ങൾ ആരെങ്കിലും ഒരു ചെറിയ ഹെൽപ്പ് നിങ്ങൾക്ക് ചെയ്തു തരാണെങ്കിൽ അതുകൊണ്ട് തന്നെ നിങ്ങളെ പിടിച്ച് മുകളിലോട്ട് കയറി പോകാൻ ശ്രമിക്കുന്നവരാണ്. അപ്പോൾ ആരെങ്കിലും ഒന്ന് സഹായത്തിനുണ്ടെങ്കിൽ ഒരുപാട് ഉയരങ്ങളിലെത്താൻ നിങ്ങൾക്ക് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്കുള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ഒരു 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 പരിധിവരെയൊക്കെ മറ്റുള്ളവരെ ചൂഷണം ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ ഒരു സ്വഭാവം പുണർദംകാർക്കുള്ളത് കൊണ്ട് മറ്റുള്ളവരെ അങ്ങനെ ചൂഷണമൊന്നും ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അവരിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ കൈക്കലാക്കാനും ഒക്കെ നിങ്ങൾ ഭയങ്കരമായ മിടുക്ക് കാണിക്കുന്നവരാണ്. മറ്റുള്ളവരെ നമ്മൾ സഹായിക്കുന്നത് പോലെയൊക്കെ കാണിക്കും. പക്ഷേ നമുക്ക് നഷ്ടം വരുന്ന സഹായങ്ങളൊന്നും മറ്റുള്ളവർക്ക്, നമ്മുടെ പോക്കറ്റ് കാലിയാവുന്ന സഹായങ്ങളൊന്നും മറ്റുള്ളവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കാറില്ല എന്നുള്ളതാണ് സത്യം. നല്ല അവസരമൊക്കെ കിട്ടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് നല്ല മുട്ടം പണി കൊടുക്കാനുമൊക്കെ നമ്മൾ വിദഗ്ധരാണ്. അതുകൊണ്ട് അതൊക്കെ ഒന്ന് മാറ്റിവെച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. പിന്നെ നമ്മളെന്ത് ചെയ്യുകയാണെങ്കിലും ഏതൊരു പ്രവൃത്തി നമ്മൾ ചെയ്താലും നമുക്കതിൽ നിന്ന് എന്തെങ്കിലും നേട്ടമുണ്ടോ എന്ന് അന്വേഷിക്കുന്നവരാണ്. അങ്ങനെ ഒരു നേട്ടം എന്തെങ്കിലും അതിൽ നിന്നുണ്ടാകും എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിലോട്ട് ഇറങ്ങി പുറപ്പെടാറുള്ളൂ. അപ്പോൾ ആ കാര്യത്തിലൊക്കെ ഒരു ശ്രദ്ധ വേണം. ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യാൻ ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ അവർക്ക് അത് ചെയ്തു കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പിന്നെ കലാരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. ഒരുപാട് അംഗീകാരങ്ങളും അവാർഡുമൊക്കെ കിട്ടുന്ന ഒരു കാലമാണ് 2025. നിങ്ങളുടെ ജീവിത പങ്കാളി മൂലം നിങ്ങൾക്ക് ഒരുപാട് നേട്ടമൊക്കെ ഉണ്ടാവും. സാമ്പത്തികമായിട്ടും അല്ലാതെയുമൊക്കെ ഉള്ള ഒരുപാട് നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പങ്കാളിയിൽ നിന്ന് വന്നു ചേരും. അതുപോലെ സ്വത്ത് തർക്കത്തിനും പൂർവിക സ്വത്തിനു വേണ്ടിയുള്ള തർക്കം, അതുപോലെ അതിനുവേണ്ടി ഒരുപാട് ചർച്ചയും മറ്റു കാര്യങ്ങളും ഒക്കെ നടത്തേണ്ടതായിട്ടൊക്കെ വരും. പല കാര്യങ്ങളിലും പുണർദംകാർക്ക് ആശയക്കുഴപ്പമുണ്ടാവും. അപ്പോൾ ഈ ആശയക്കുഴപ്പം ഒന്നും ഉണ്ടാകാതെ, അങ്ങനെ ആശയക്കുഴപ്പമൊക്കെ ഉണ്ടാണെങ്കിൽ ആ ഒരു പ്രശ്നം വെച്ചുകൊണ്ട് നിങ്ങൾ അബദ്ധങ്ങളിലൊക്കെ ചെന്ന് ചാടാനുള്ളൊരു സാധ്യതയുണ്ട്. ശ്രീരാമദേവൻ്റെ നാളാണ് പുണർദം. പക്ഷേ ശ്രീരാമൻ്റെ ഒരു സ്വഭാവമൊന്നും ആയിരിക്കില്ല ഇവരുടേത്. കൂടുതലായിട്ട് കാണുന്നത് രാവണൻ്റേതിന് തുല്യമായിട്ടുള്ള ഒരു സ്വഭാവമായിരിക്കും പുണർദക്കാർക്കുണ്ടായിരിക്കുക. ജീവിത നിലവാരമൊക്കെ വളരെ ഉയർന്നതായിരിക്കും. അതുപോലെ തന്നെ ജീവിത നിലവാരം ഉയർത്താനായിട്ട് ഇവർ വളരെയധികം കഷ്ടപ്പെടുന്നതും കാണാം. നല്ല വീടും ആഡംബരവും ഒക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇവർ കഠിനമായിട്ട് തന്നെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയും അതിലേറെക്കുറെയൊക്കെ ഇവർ വിജയിക്കുകയും ചെയ്യുന്നൊരു നാളുകാരാണ്. പിന്നെ അതുപോലെ ചെറുപ്പക്കാരായിട്ടുള്ളവർക്ക് വിവാഹമൊക്കെ ഉറപ്പിച്ച് അതൊക്കെ ചിലപ്പം മുടങ്ങിപ്പോകാനുള്ളൊരു സാധ്യതയൊക്കെ വരും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പൊതുവേ കുറച്ച് ഉദാസീനതക്കുറവൊക്കെ ഉണ്ടാകാനുള്ളൊരു കാലമാണ്. അപ്പോൾ വിദ്യാർത്ഥികളൊക്കെ നല്ല രീതിയിൽ പഠിക്കാനായിട്ടൊക്കെ ശ്രദ്ധിക്കണം. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് വർഷത്തിൻ്റെ ആദ്യമൊക്കെ തടസ്സം നേരിടും. അത് കഴിഞ്ഞ് അവസാനത്തോടു കൂടി പകുതിക്ക് ശേഷമൊക്കെ വിദേശ യാത്രയ്ക്കും വിദേശത്ത് നല്ല തൊഴിലിനുമൊക്കെയുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് പുണർദം നക്ഷത്രക്കാരുടെ 2025 വാർഷിക ഫലം. അപ്പോൾ ഈ ചാനൽ കണ്ടവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് എഴുതി അറിയിക്കുക. എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.